ഖവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ലാതെയായി ഇക്കഴിഞ്ഞ നവംബർ 8-ാം തീയതി മുതൽ. ഒരു സംവാദത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കഴിഞ്ഞയാഴ്ച കണ്ടു. ഇന്നതിന്റെ അവസാന ഭാഗം. കറൻസി മരവിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രധാന ഭാഗം ഇതുകൊണ്ട് തീർച്ചയായിട്ടും അത് സക്സസ് ആവും. നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്ത്, പക്ഷെ പാവപ്പെട്ടവനെ തകർക്കുക എന്നുള്ള ഇതെല്ലാം പ്ലാൻഡ് ആണ്, ഒരു സംശയമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ്. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇത് മാറിയെടുക്കണമെങ്കിൽ ഇവർ പിറ്റേ ദിവസം പണി മെനക്കിട്ട് ഇവർ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ടതായ അവസ്ഥ വരികയാണ്. പേടിച്ചോ നിങ്ങൾ പൈസ കിട്ടാതെ? എനിക്ക് ഒരു പേടി ഉണ്ടായില്ല, കാരണം ഞാൻ എൻ്റെ അടുത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ ഒരാൾ പോലും മരിക്കാൻ പാടില്ല ഈ നടപടിയിലൂടെ. ഒരു നവജാത ശിശു മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ 1,00,000 പേർക്ക് 19 ATM ഉള്ളത്. ഇനി ATM വേണ്ട, വെറുതെ. ഇതിന്റെ എഫക്ട് ഇനി ആക്ച്വലി 3-4 മാസം കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് ഒരു സാധാരണക്കാരന്, ഇത് വലിയ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണക്കാരനിലേക്ക് എത്താൻ പോവാണ്. ഇതുകൊണ്ട് ഏറ്റവും വലിയൊരു മാറ്റമാണ് സ്റ്റാർട്ടപ്സിന് വരാൻ പോകുന്നത്. എല്ലാവരും ഓൺലൈനിൽ മേടിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കും. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ തീരുമാനം എടുക്കണമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഭാര്യ ഇല്ലാത്തവരുടെ സ്വർണം മേടിക്കാൻ നിർബന്ധിക്കില്ല, ശരിയല്ലേ? മക്കളില്ലാത്തവരുടെ സ്ഥലക്കച്ചവടത്തിലും ഇല്ല. ഇത് തന്നെ ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടാണ് ചെയ്തതെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലും പറയുന്നത്. 1000 രൂപ നോട്ടും 500 രൂപ നോട്ടും പിൻവലിച്ചു. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിൻവലിക്കുമായിരുന്നു. എന്തായിരിക്കുമായിരുന്നു റിസൾട്ട്? ഈ 500 1000 പിൻവലിച്ചാൽ അപ്പം തന്നെ ആളുകൾക്ക് മനസ്സിലാകും പിൻവലിക്കാൻ പോകും, ഡിമോണിറ്റൈസേഷൻ ഏത് സമയത്തും നടക്കുമെന്ന്. ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോകും, ആളുകൾക്ക് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഒരൊറ്റയടിക്ക് ചെയ്യുക, വളരെ ഏറ്റവും ഫാസ്റ്റായിട്ട് നോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള മാത്രമേ മാർഗ്ഗമുള്ളൂ. 2 കാര്യങ്ങൾ ഇതിൽ പറ്റിയത്, ഈ 2000 നോട്ടിൻ്റെ കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നായിരുന്നു. ഒരുപക്ഷെ ഈ ATMs മുഴുവൻ ഈ ഇഷ്യൂവിന് മുമ്പായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ നോട്ട് വിഡ്രോ ചെയ്ത് അന്ന് തന്നെ അല്ലല്ല 2000-ന്റെ നോട്ട് വരുന്നെന്നുള്ളത് വളരെ നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അതെന്തായാലും പബ്ലിക്കിന് മുഴുവൻ അറിയാം. അപ്പോൾ ആ നോട്ട് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ATMs സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയം തോന്നത്തില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സമയത്ത് ഒരേ ആൾ തന്നെ 10-25 ഫോംസ് കളക്ട് ചെയ്തിട്ട് ഓരോ ബാങ്കിൽ ഇങ്ങനെ മാറി മാക്സിമം ക്യാഷ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ഈ മാർക്കിങ്ങിൻ്റെ ഇത് നേരത്തെ ചിന്തിക്കാമായിരുന്നു. ഇങ്ങനൊരു ഇഷ്യൂ വരാം, ഒരേ ആൾ തന്നെ പല ബാങ്കിൽ പോയി ബൾക്കായിട്ട് ക്യാഷ് എടുക്കാമെന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ അന്ന് തന്നെ മഷിയോട് കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ ബൾക്കായിട്ട് ക്യാഷ്. ഈ 2 ഇഷ്യൂ അല്ല 2 ഇഷ്യൂ. പക്ഷേ അത് ചെയ്തപ്പോഴാണ് ഇപ്പം വളരെ ക്യൂ കുറഞ്ഞ ബാങ്കുകളിൽ പെട്ടെന്ന് ചേഞ്ച് വന്നതോടുകൂടി. ഇന്നലെ ഒരു വലിയ വാർത്ത വന്നിരിക്കുന്നത്, നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്ത് സൂററ്റില് കൃഷിക്കാര് അവർ ഉൽപ്പന്നം കൊണ്ടുവന്ന് റോട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ അമൂൽ ഉള്ള ആനന്ദ് എന്ന് പറഞ്ഞ ജില്ലയിൽ ഈ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് മുഴുവൻ കൊണ്ടുവന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ജനങ്ങളുടെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ നമുക്ക് ഇതിനെതിരെ പോകാൻ പറ്റില്ല. ഇവിടെ പല രാജ്യങ്ങളുടെയും പേര്, ഞാൻ ഒരു രാജ്യത്തിന്റെ പേരും കൂടി ഒന്ന് പറയാൻ എന്നെ അനുവദിക്കണം. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പ്രത്യക്ഷ നിക്ഷേപത്തിന്റെ 42% വരുന്നത് മൗറീഷ്യസിൽ നിന്നാണ്. ഈ മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ പേര് നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുത്ത് നിവർത്തി വെച്ചാൽ അത് വയ്ക്കാൻ ആ രാജ്യത്തെ സ്ഥലമില്ല, ആ കടലാസ് നിവർത്തി വയ്ക്കാൻ. ഇതെന്തുകൊണ്ട് വരുന്നു സാറേ? ഈ രാജ്യത്തേക്ക് വരുന്നതാണ്, ഈ രാജ്യത്തിൻ്റെ ഓഹരി കമ്പോളത്തിലേക്ക് വരുന്നതാണ്. ഈ ഓഹരി കമ്പോളത്തിലെ ട്രാൻസാക്ഷന് 0.5% ടാക്സ് ഉണ്ടോ സാറേ? അത് വയ്ക്കാൻ വേണ്ടി ഇതിനു മുമ്പുള്ള ഒരു ഗവൺമെൻറ് നടപടി എടുത്തു. ഉടനെ ഓഹരി കമ്പോളം ഇടിഞ്ഞു. കള്ളപ്പണം എവിടെ കിടക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നടപടി എടുക്കണം സാറേ. പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കല്ല പറയുന്നത്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് 2 രൂപ 3 രൂപയുടെ സാധനം വിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയാം. സാധാരണക്കാർക്ക് അല്ലേ മോനെ ഇപ്പം അടി കിട്ടിയിരിക്കണം, ഞങ്ങളെപ്പോലുള്ളവർക്കല്ലേ ആകെ ബുദ്ധിമുട്ട്. കയ്യിൽ പൈസ ഇല്ല, പൈസ വരവില്ല, പിന്നെ മാറ്റണ കാര്യം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. 2000 രൂപ കൊണ്ട് വന്നിട്ട് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. 100 രൂപയുടെ കറി മീൻ മേടിച്ചിട്ട് നമുക്കത് വാറ്റി ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഇല്ലല്ലോ. അപ്പോൾ ഒരു പഴയ രീതി തന്നെ ആകണമെന്നാണ് നമ്മുടെ താല്പര്യം. ഏതാണ്ട് ഒരു 4000 രൂപ 5000 രൂപ ബിസിനസ് ചെറിയ കച്ചവടങ്ങളാണ് വരുന്നത്. അതിപ്പോൾ 900 800 1000 ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം കച്ചവടത്തിൻ്റെ എല്ലാ മാക്സിമം റൗണ്ടുകളും പോയി കിടക്കുകയാണ്. പിന്നെ രണ്ടാമത് കറക്റ്റ് ചെയ്തെടുക്കാനും പണിയാണത്. ലോട്ടറി നടക്കുന്ന ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം ചെല്ലുന്നതും. ഹർത്താലിൻ്റെ അന്ന് ടിക്കറ്റ് ഉണ്ടാകും, ഇതുവരെ നറുക്കെടുക്കാതെ അങ്ങനത്തെ പല പ്രതിസന്ധികളാണ്. ഇതിനൊക്കെ പൈസ പണം തന്നെയാണ്.
ആളുകൾ ഒരു ചായ കുടിക്കുകയോ ലോട്ടറി ടിക്കറ്റ് എടുക്കുമോ? വളരെ താമസിയാതെ നമ്മുടെ ഈ 54ഓളം ഇൻഡയറക്റ്റ് ടാക്സസും ഇൻകം ടാക്സും എടുത്തു കളയാൻ പോവുകയാണെന്നാണ് കേട്ടത്. അതായത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ടാക്സ് മാത്രം കൊണ്ടുവരികയാണ്. എന്താന്ന് വെച്ചാല് കറൻസി തന്നെ അങ്ങനെ ചെയ്യാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ രണ്ട് ടാക്സ് ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ കിട്ടുന്ന സോഴ്സിൽ നമ്മൾ കിട്ടുന്ന വരുമാനം ടാക്സ് കൊടുക്കണം, എക്സ്പെൻഡിച്ചർ ടാക്സ് കൊടുക്കണം. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അതിനും ടാക്സ് കൊടുക്കണം. നമ്മൾ കിട്ടും രണ്ട് നികുതി കൊടുക്കുന്ന രാജ്യം എനിക്കാണ്. അങ്ങ് ടാക്സ് കൊടുത്ത ഒരു മനുഷ്യനാണോ? ഏതോ അങ്ങ് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു. അല്ല, ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ബിസിനസ് ലൈനിൽ നമുക്കറിയാം. അല്ല, അത് കുഴപ്പമില്ല, ടാക്സ് കൊടുക്കണം. ടാക്സ് സർക്കാരിന്റെ പണമാണ്. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് ഞാൻ ബാങ്ക് SBTയിൽ ചെന്നപ്പോൾ അവിടെ 2000 രൂപയും കൈ പിടിച്ച് ബാങ്ക് മാനേജറോട് ചില്ലറ കൊടുക്കാൻ പറഞ്ഞ് കെഞ്ചുന്ന വീട്ടമ്മമാരെ ഞാൻ അവിടെ കണ്ടാണ്. ഒരിക്കലും കള്ളപ്പണം മുഴുവൻ ആരും കൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ല. നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന് പറഞ്ഞ് 3 മാസ കാലയളവിൽ അവിടുത്തെ എംപ്ലോയീസും അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് 3 ലക്ഷം 4 ലക്ഷം കൊണ്ട് ഇടിക്കുന്ന കാശാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 10,000 രൂപയിൽ കൂടുതൽ വർഷം ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും ഒരൊറ്റ ആൾ പോലും അവിടുന്ന് കാശ് പിൻവലിച്ചുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ അതിൽ എത്ര ശതമാനം കള്ളപ്പണം ഉണ്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പാല് വിറ്റും മുട്ട വിറ്റും കോഴി വിറ്റും ഉണ്ടാക്കിയ കാശാണത്. ഒരു സംശയം, ഈ 8-ാം തീയതി അന്ന് പകല് വരെ ഇവിടെ ഉണ്ടായിരുന്നു 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. പക്ഷെ ബാക്കി ഉണ്ടായിരുന്ന 100-ന്റെയും 10-ന്റെയും 20-ന്റെയും നോട്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ മനഃപൂർവ്വം അത്തരത്തിലുള്ളൊരു ചില്ലറ ക്ഷാമം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന സാമ്പത്തിക വിനിമയ കേന്ദ്രങ്ങൾ, നേരിട്ട് ജനങ്ങളുമായിട്ടുള്ള വിനിമയ കേന്ദ്രങ്ങൾ, അത് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ദേവസ്വം ബോർഡിലുള്ള ചില്ലറകളെല്ലാം ബാങ്കിലേക്ക് ആക്കാമായിരുന്നല്ലോ. അതായത് ഏതോ ഒരു പള്ളിയിൽ ഭണ്ഡാരം തുറന്നു കൊടുത്തു. അതാണ് സോഷ്യലിസം. ഒരു സാധാരണക്കാരൻ ഒരു ജോലി ചെയ്ത് കാശ് അവരുടെ ഒരു പേയ്മെന്റ് വരുമ്പോഴത്തേക്കും സാധാരണക്കാരനെ മുമ്പിൽ വെച്ചുകൊണ്ട് ബ്ലാക്ക് മണി മുമ്പിലേക്ക് തള്ളിക്കൊണ്ട് വരികയാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ചാലേ പറ്റൂന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇവിടെയുള്ള ഒരു പുകയില കച്ചവടക്കാരന്റെ കയ്യിൽ 2000-ന്റെ നോട്ട് കുറച്ചധികം ഇരുന്നു. അത് 8 ലക്ഷത്തിന് അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. 2000 രൂപയുടെ നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. എനിക്കൊരു പാരസെറ്റമോളോ വേണ്ടതെങ്കിൽ ആ 2000 രൂപ കൊണ്ട് ചെന്നാൽ കടയിൽ മാറി തരുമോ സാറേ? അത് പ്രശ്നം തന്നെയാണ്. ഈ രൂപം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തരില്ല സാറേ. 2000-ന്റെ പുതിയ നോട്ടാണോ? പുതിയ നോട്ടാ 2000-ന്റെ പുതിയ നോട്ടാ. ഇതും കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല. നമ്മൾ ഈ നിസ്സാരമായ ഒരു മരുന്ന് മേടിക്കാൻ 1000 രൂപയും കൊണ്ടാണോ പോയിക്കൊണ്ടിരുന്നത്? അല്ലല്ലോ. നമ്മൾ ബാങ്കിൽ ചെന്നാൽ നമുക്ക് 2000 മാത്രമേ തരുന്നുള്ളൂ. ചില്ലറയില്ല, ബാങ്കിൽ പോലും ഇല്ല. ജില്ലാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞില്ല ബാങ്കിൽ പണമില്ല. വെറുതെ പറയാ. 9000 രൂപ ഞാൻ എടുത്തു. എനിക്ക് 4 നോട്ട് 2000-ന്റെ ബാക്കി 100-ന്റെ എനിക്ക് കിട്ടി. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഡിപ്പോസിറ്റ് ആണ് എപ്പോഴും ലെൻഡിങ്ങിനേക്കാൾ കൂടുതലായി നിൽക്കുന്നത്. എന്തുകൊണ്ട് ഡിപ്പോസിറ്റ് ലെൻഡിങ്ങിനേക്കാൾ കൂടുതലായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഇത് എടുക്കാൻ ആളില്ലാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് എടുത്താൽ അത് സൗകര്യപ്രദമായി വിനിയോഗിക്കാനുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളും ഇവിടെ ഇല്ല. അത് നാളെ മാറി, ഇന്നും മാറുന്നില്ല, നാളെ മാറുന്നില്ല, മറ്റന്നാളും മാറുന്നില്ല. 2-3 പ്രശ്നമുണ്ട്. പക്ഷേ ചിറ്റിലപ്പള്ളി സാറിന് അറിയാം ഇവിടെ സ്ഥാപനം നടത്താൻ അത്ര എളുപ്പമാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ബാങ്കിൽ ലോൺ ചെയ്യുന്ന എളുപ്പമാണോ? നല്ല കാര്യങ്ങൾ നാളെ സംഭവിക്കുമെന്നും കൊണ്ട് എല്ലാവരും ഇതിനെ അങ്ങ് 2 കൈ നീട്ടി സ്വീകരിക്കുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ പണം കൂടുതൽ ബാങ്കിലേക്ക് വന്നതും കൊണ്ട് പലിശ താന്നതും കൊണ്ട് ഉടനെ ഇവിടെ എടുക്കാനായിട്ട് ആളുകൾ, കാരണം എടുത്തവർ തിരിച്ചടയ്ക്കണം. പലിശ ഇട്ടവനെ സംബന്ധിച്ചിടത്തോളം 2% 4% പലിശ വാങ്ങിയാൽ മതി. ഈ വാങ്ങിക്കൊണ്ട് പോയവൻ അതിന് വിനിയോഗിക്കാനുള്ളൊരു മേഖല കൂടി ഇവിടെ ഉണ്ടാകണം. അതുണ്ടാകത്തില്ല. ഒന്ന്, എല്ലാവരും പറയുന്നത് ഇവിടെ വസ്തുവിന് വില ആന കുറയുന്ന പോലെ കുറയുമെന്ന്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം കറപ്ഷൻ കുറഞ്ഞാൽ, കള്ളപ്പണം കുറഞ്ഞാൽ വസ്തുവിന് വില കുറയുമെന്ന് ഒരു പരിധിവരെ ശരിയാക്കി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞുതരാമേ. ഏറ്റവും കള്ളപ്പണവും ഏറ്റവും കറപ്ഷനും കുറവുള്ള ഒരു രാജ്യം സിംഗപ്പൂരാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലാൻഡിനും ബിൽഡിങ്ങിനും വിലയുള്ള സ്ഥലം അവിടെ. അതായത് ആലപ്പുഴ ജില്ലയുടെ അത്രയുള്ള ഒരു സ്ഥലത്തെ ഇന്ത്യ പോലെ സപ്ലൈയും ഡിമാൻഡും എവിടെ നിൽക്കുന്നോ അതിന് ആനുപാതികമായി അതിന്റെ വില കറക്ഷൻ നടക്കും. അതിനകത്ത് കള്ളപ്പണത്തിന്റെ സ്വാധീനമല്ല. സപ്ലൈ കൂടുതലാവും. സിംഗപ്പൂരിന്റെ പോപ്പുലേഷൻ അറിയാം അങ്ങേക്ക്? സിംഗപ്പൂരിന്റെ പോപ്പുലേഷൻ അറിയാം? കൊച്ചി എത്ര ഇല്ല. 14 ദിവസം കൊണ്ട് 44,000 രൂപ കള്ളപ്പണം ഇവിടെ പുറത്തു വന്നു.
മലപ്പുറത്ത് ഒരു 70 വയസ്സുള്ള സ്ത്രീ കൊണ്ട് ബാങ്കിൽ അടച്ചതിൽ 44,000 രൂപ ഇവിടെ നോട്ട് വന്നു. ആകെ വന്നത് കള്ളനോട്ട് 44,000 രൂപ 14 ദിവസം കൊണ്ട് ഇവിടെ വന്നു. അതാണ് വലിയ വിജയം. ഇപ്പൊ വന്നത് അതാണല്ലോ. ബാക്കിയുള്ള കത്തിച്ച് കളയല്ലേ. കള്ളപ്പണം എന്താണ്, കള്ളനോട്ട് എന്താണ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന മണിയാണ്. അതിന് ടാക്സും കൊടുക്കാൻ പറ്റുന്നില്ല. ടാക്സ് കൊടുക്കാത്ത ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന കൈക്കൂലി മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ള നോട്ട് എന്ന് പറഞ്ഞാൽ അത് അടിക്കുന്നതാണ്. അത് ഇതുപോലെ തന്നെ കള്ള നോട്ടായിട്ട് അടിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഒരു നയത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം സാറേ, ഒരു ലാൻഡ് വിൽക്കാന്ന് വെച്ചു, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ലാൻഡ് നമുക്കറിയാം, ഒരു 10 സെന്റ് വാങ്ങിക്കണമെങ്കിൽ 1 കോടി രൂപയാണെന്ന് വെച്ചു. 15% ടാക്സ് അതായത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെ കൊടുക്കണം. ജനങ്ങൾ ഇത്രയും ഹെവി ഡ്യൂട്ടി വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ജനങ്ങൾ വില കുറച്ച് കാണിക്കും. ബാക്കി പണം എന്ത് ചെയ്യും? ബാക്കി പണം എന്ന് പറയുന്നത് കള്ളപ്പണം തന്നെ പറയുന്നത്. ആ പണം കൊണ്ടാണ് സൊസൈറ്റി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഗവൺമെന്റാണ്. സത്യത്തിൽ കേരള ഗവൺമെന്റ് സംബന്ധിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നികുതി കുറച്ച് ആൾക്കാരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരാൻ ആൾക്കാരെ പ്രേരിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ഈ 15% മാറ്റിയിട്ട് ഒരു 5% ആയി കഴിഞ്ഞാൽ ആൾക്കാർ വരും. ഇത് ഈ കിട്ടുന്ന പണമുള്ള ആൾക്കാർ മാന്യമായിട്ട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ കിട്ടുന്ന ടാക്സ് ആൾക്കാർ കിട്ടും. അതിന്റെ ക്യാപിറ്റൽ ടാക്സ് ഇതെല്ലാം കിട്ടുന്നതാണ്. എല്ലാം മേടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റർ അറിയാമല്ലോ, ചെറുപ്പക്കാരൻ, ടെക്കി, UP ഏറ്റവും വലിയ സ്റ്റേറ്റിന്റെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 2008 മുതൽ 2010 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായ സാമ്പത്തിക തകർച്ച അത് നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയും ഇതിൽ ഗ്രീസിനെ തകർത്തു. ചൈനയുടെ 20% സാമ്പത്തിക നില കുറച്ചു. മിക്കവാറും രാജ്യങ്ങളെല്ലാം നമുക്ക് മാത്രം ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് ആകെ 4% നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്പോർട്ട് ഈ ബാങ്കിങ് കണക്റ്റ് ആയിട്ടുള്ളത് 4% ഉള്ളൂ. നമ്മൾ സുഖമായിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് മണിയൊക്കെ കൊണ്ട് സന്തോഷമായിട്ടിരുന്നു. അതുകൊണ്ട് അതങ്ങ് എടുത്തു കളഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന അയാൾ തമാശയായിട്ടാണെങ്കിലും അഖിലേഷ് യാദവ് മിനിയാന്ന് പറയുന്നത് അത് സത്യമാണ്. അതായത് കള്ളപ്പണം കൊണ്ടാണ് കള്ളപ്പണമല്ല, അതായത് ഈ ഇങ്ങനെ പാരലൽ എക്കണോമി ഒരു 65% ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ കണക്കുകളാണ് കേട്ടോ. പക്ഷേ ഒരു പാരലൽ എക്കണോമി ഇസ് ദേർ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വലിയ വണ്ടികൾ വന്നിറങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഓട്ടം കിട്ടുള്ളൂ. ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്ന ആ ഒരു സാമ്പത്തികം വേണമല്ലോ, അത് നിന്നുപോയി. അതുപോലെ തന്നെ മറ്റേ വീടുകൾ പണിയണം, ഫ്ലാറ്റ്, അതിൻ്റെ എല്ലാ ഓട്ടങ്ങളെല്ലാം നിലച്ച് വെക്കണതാണ്. ഇതോടെ തീരുന്നതിനെ കുഴപ്പമില്ലായിരുന്നു കോട്ടയം വിചാരിക്കും. ഇതിപ്പോൾ ഇനി എന്തോരം പ്രശ്നങ്ങൾ വരാൻ കിടക്കണം. സാമ്പത്തികം എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ പൈസ മാറാനും എടുക്കാനൊക്കെ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കച്ചവടം മോശമാണ്, എന്നാലും അതൊരു നല്ല പ്രവൃത്തിയാണ്. സർക്കാരിന് വേറെ ചെയ്യാമായിരുന്നു, പക്ഷെ അത് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വന്നത്. ഒരിക്കലും ഞങ്ങൾ വലിയ നോട്ടൊന്നും തിരിച്ചുവിടാറില്ല. ഇവിടെ നിന്നല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എല്ലാവരും ബാങ്കിൽ നിൽക്കല്ലേ, ആർക്കും നിൽക്കാൻ സമയമില്ല. അതേമാതിരി ഓട്ടത്തിൽ വന്ന് അത്രേ ഉള്ളൂ. പൈസയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബിസിനസ്സും നടക്കുന്നില്ല. എല്ലാം വരുന്നൊക്കെ 2000 നോട്ട്, ഇല്ല പഴയ 1000 നോട്ട്, 500 നോട്ട്. ഞങ്ങൾക്ക് ചില്ലറ കൊടുക്കാനോ മേടിക്കാനോ ഒന്നും പറ്റുന്നില്ല. ജനജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയെ വല്ലാതെ ഉലയ്ക്കുന്ന സംഭവമായി ഈ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വിശ്വാസം എടുക്കാത്ത പ്രശ്നമുണ്ട്. റിസർവ് ബാങ്ക് അംഗീകാരം കൊടുത്തുള്ള നമ്മുടെ അർബൻ ബാങ്കുകളും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും അവർക്കും മണി ട്രാൻസ്ഫർ കൈമാറ്റം ചെയ്യുന്ന അനുമതി കൊടുക്കാത്തൊരു പ്രശ്നം നിലവിലുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഈ കരിമ്പ് കൃഷിക്കാരൊക്കെ പല സംഘങ്ങളുണ്ടാക്കി പണം തട്ടിക്കുന്ന പ്രശ്നങ്ങളുടെ രൂപത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നെങ്കിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിച്ചു പോകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. ആ സംവിധാനങ്ങൾ തകർക്കുന്നത് കേരളത്തിൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ഇത്തിരി ഭൂമി വിറ്റു, മാളെ കെട്ടിക്കാൻ പൈസ ബാങ്കിൽ ഇട്ടു, 2.5 ലക്ഷം എടുക്കാൻ കഴിയും. എങ്ങനെ വിവാഹം നടത്തും? ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമായിട്ട് ഈ കേരളത്തിലെ കുടുംബങ്ങൾ ബാധിക്കുന്നുണ്ട്. 17 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ വിദ്യാഭ്യാസ ലോണിൻ്റെ പേരിൽ ലക്ഷങ്ങൾ ഈ 17 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ പേരിൽ ലോൺ എടുപ്പിച്ചതാണ് നാട്ടുപുറം ജനം ജീവിച്ചു പോകുന്നത്. അവർക്കൊക്കെ തിരിച്ച് പൈസ അടയ്ക്കുന്ന പ്രശ്നങ്ങൾ, പൈസ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വല്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ദീർഘദൂരത്തിൽ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രശ്നം. ആൾക്കാർ ചെലവ് നാട്ടിൽ കുറച്ചു, കാരണം 2000 വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാർ കാശ് പോകുന്നില്ല, ആരും കാശൊന്നും പോകുന്നില്ല. ദൂർത്ത് കുറഞ്ഞു. നമ്മുടെ നാട്ടിലെ സമത്വം ജീവിക്കാനുള്ള ഒരു വ്യഗ്രത കുറയും. വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ പഠിക്കും.
സ്വർണ്ണക്കടയിലെ കച്ചവടം 70% കുറഞ്ഞു. ബെല്ലാരിയിലെ മുൻ മന്ത്രിയുടെ മോളുടെ കല്യാണം നമ്മൾ കണ്ടതാണ്, ദൂർത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞത്. ബെല്ലാരിയിലെ ഒരു ഇക്കണോമിയും ഗ്രോ ചെയ്യത്തില്ല. ഈ നോട്ട് നിരോധനം ന്യൂ ജനറേഷൻ സിസ്റ്റം തന്നെയാണ്, അംഗീകരിക്കുന്നു. ന്യൂ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം എവിടെ പോയി ATM എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 40% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആൻഡ് ഇഗ്നറന്റ് ആണ്. സോ അവരുടെ കാര്യത്തെ പറ്റി നമ്മൾ ചർച്ചയിൽ വന്നില്ല, കാരണം അവർക്കാണ് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാനാളില്ല, അതിന് അവർക്ക് വേണ്ടി വാദിക്കാനാളില്ല. സോ ആ തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ വീണ്ടും ഉണ്ടാവണം. ഈ ഒരു ആശയം പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഒരു വ്യക്തി ഉണ്ടല്ലോ, അനിൽ ബോക്കിൽ കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസിന്റെ ലേഖകനുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞതുപോലെ പറഞ്ഞ്, ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ ഇതല്ല, എന്റെ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ ഇതല്ല. അതായത് ഞാൻ 1, 2, 3, 4, 5 5 പോയിന്റ് പറഞ്ഞു. ഇതിൽ 3ാമത്തെ പോയിന്റ് ആണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രി 1ഉം 2ഉം ഓവർടേക്ക് ചെയ്തു. അതായത് നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ ഒരു കുളമാണ്, 3ാമത്തേതാണെന്ന് പറയുമ്പോൾ നേരെ നമ്മൾ കുളത്തിലേക്കാണ് ചാടിയിരിക്കുന്നത്. പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല, പ്രശ്നമുണ്ട്, നല്ല പ്രശ്നമുണ്ട്. കാരണം ഒരു മാക്രോ ഇക്കണോമിക് സ്കെയിലിൽ നമ്മൾ ആലോചിക്കണം സർ. ഈ റീറ്റെയിലേഴ്സ് ഓൾ ഇന്ത്യ, കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള റീറ്റെയിലേഴ്സിന് 25% കച്ചവടം നടക്കുന്നുള്ളൂ. ഒരുപാട് ബിസിനസ്സുകാരോട് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചു. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഡിസംബറിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാം, കച്ചവടമില്ല, ജനുവരിയിൽ എന്ത് സംഭവിക്കും, ഫെബ്രുവരിയിൽ എന്ത് സംഭവിക്കും, മാർച്ചിൽ ഞങ്ങൾക്കറിയില്ല. ഇന്ന് ഞാൻ റിസർവ് ചെയ്ത് വെക്കുകയാണ് പൈസ. കാരണം എനിക്കറിയാം, എനിക്ക് ശമ്പളം തരുന്ന വ്യക്തിക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ എനിക്ക് ശമ്പളം തരാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് അപ്പൊ ഈ കറൻസി സർക്കുലേഷനിലേക്ക്, എക്കോണമിയിലേക്ക് വരുന്നില്ല. കറൻസി സർക്കുലേഷന് വന്നില്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. നമുക്ക് തക്ക സമയത്ത് ചില്ലറ നോട്ടുകൾ കിട്ടിയില്ല. ഇവിടെ 2000-ന്റെ നോട്ടുകൾ വെച്ച് മാത്രം ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. വ്യാപാരികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുമാതിരി 40% പേരും ഈ കാർഡ് സ്വൈപ്പിംഗ് പഠിച്ചിട്ടില്ല. പലർക്കും അതിനകത്ത് അജ്ഞതയുണ്ട്. അവരെല്ലാം പഠിച്ച് വരുമ്പോഴേക്കും സമയം പോവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് കുറഞ്ഞു. ഇന്നിപ്പോൾ പല കടകളും അടച്ചിട്ട അവസ്ഥയാണ്. അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഗവൺമെന്റിന്. അതുപോലെ തന്നെ സൊസൈറ്റിയിലിട്ടിരിക്കുന്ന നിക്ഷേപം പല മാതാപിതാക്കന്മാരും അവരുടെ മക്കളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി കരുതിയിട്ടിരുന്ന പണങ്ങളാണ്. അത് എടുക്കാൻ പറ്റുന്നില്ല, കല്യാണം മുടങ്ങി പോകുന്നു, അങ്ങനെ അവസരം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഒട്ടനവധി പേരുടെ ചികിത്സ നടക്കാതെ പോകുന്നു. ഇതുപോലെ പല കാര്യങ്ങളും, പല അവരുടെ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം വിദേശത്ത് പോലും ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് പ്രശ്നമില്ല, കാരണം അവിടെ നിന്ന് വിദേശത്ത് പണം വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നു പോകുന്നത്. സാറേ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത ഈ നയത്തെ ഞാൻ ഒട്ടും കുറ്റപ്പെടുത്തുന്നില്ല. ഈ നയം അത്യന്തം വളരെ നല്ലൊരു നയം തന്നെയാണ്. പക്ഷെ അതേ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു റെമഡിയൽ സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു, അതിന് സർവൈവൽ സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു. അതിന് സഫീഷ്യന്റ് ഒരു ഈ പറഞ്ഞോണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കോ എന്തെങ്കിലും ഈ അവയർനെസ് ക്ലാസ്സസ് കൊടുത്തുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഇത് നോട്ട് പിൻവലിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, നമ്മൾ ഹൈടെക് ആവുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ് ചെയ്യിക്കായിരുന്നു. ഇപ്പൊ ഇവിടെ ചർച്ച നടന്നതെല്ലാം ഹൈടെക് ആയിട്ടാ. 500-ന്റെ നോട്ടും 1000-ന്റെ നോട്ടും ഉള്ളവരൊക്കെ ആ ചേഞ്ച് മാറാനായിട്ട് 1 കിലോ സാധനമൊക്കെ മേടിക്കും. ഇപ്പം അതില്ല. അങ്ങനെയുള്ള കച്ചവടത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്. കച്ചവടം വളരെ മോശമാണ്. മോശ രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. 10-50 പിടി ചീര എടുത്താൽ 2 ദിവസം 3 ദിവസം കൊണ്ടാണ് പൊരിക്കണത്. അതും വിറ്റിടയും വാരി കളഞ്ഞിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ. கச்சவடமே இல்லை, வியாபாரம் இல்லை, ரொம்ப மோசமாக இருக்குது. கடியெல்லாம் போட்டு பாக்கி வருது. ஒரு 2-3000 രൂപയുടെ കച്ചവടം இருக்குது. ഇപ്പം കച്ചവടം തീരെ കുറവ്. 1000 രൂപയുടെ കച്ചവടം തന്നെ നടക്കും. 50 കൊല്ലത്തിനുള്ളിൽ ഈ രാജ്യത്ത് സാധാരണക്കാരെ, പാവപ്പെട്ടവരെ ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു നടപടി ഉണ്ടായില്ല. കള്ളപ്പണം പിടിക്കുന്നതിന് ഈ രാജ്യത്ത് ഒരു മനുഷ്യരെതിരല്ല. സ്വന്തം പൈസ 1000-5000 രൂപ ബാങ്കിൽ കിടക്കുന്ന എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ ആശുപത്രി പോയാൽ രക്ഷപ്പെടാത്തൊരവസ്ഥ. ഞങ്ങളാകെ ദുരിതമനുഭവിക്കുകയാണ്. എന്നിട്ട് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട്, അങ്ങനെ മാറാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ദിവസം 10-70 കരിക്കൊക്കെ വെട്ടിരുന്ന ഇപ്പൊ 10-15 പോകണുള്ളൂ. മാറുമെന്ന് പ്രതീക്ഷിക്കാനുണ്ട്. ഞാൻ എന്താ അഭിപ്രായം പറയാനാ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല. മാറുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചാലും അതുപോലെ കേന്ദ്രം ശരിയാക്കി തന്നാലല്ലേ മാറുള്ളൂ. ഈ 500-ന്റെ നോട്ട് സുലഭമായി കഴിഞ്ഞാൽ തന്നെ ഈ ക്ഷാമം തീരട്ടെ. കാരണം ഇപ്പം നമ്മൾ 15 ദിവസം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ നടത്തിപ്പിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ സ്വകാര്യത കീപ്പ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ എത്ര 100, 20, 50, 5 രൂപ ആവശ്യമില്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ശ്രമിക്കണം. കാരണം ഇതെല്ലാവരുടെയും ധാരണ ഇതെന്തോ ഒരു വലിയ ട്രഷറാണ്, ഈ സംഗതി ഞാൻ പിടിച്ചു വെച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെ കയ്യിലും ആവശ്യമില്ലാതെ 100, 50 ഇരിപ്പുണ്ട്. അത് നിങ്ങൾ മാർക്കറ്റിലേക്ക് പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. ഞാൻ ആദ്യം പിടിച്ചു വെച്ചു, പക്ഷേ പിന്നീട് ഞാൻ കൊടുത്തു. കാരണം ഞാൻ എന്നെ പോലെ എല്ലാവരും തുടങ്ങിയ പ്രശ്നമാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തോട്ട് വിട്ടു. എൻ്റെ ഇല്ല. ഏത് കാര്യത്തിലും ക്ഷാമം വരുമ്പോ ഒരു ഹോർഡിങ് പിടിച്ചു വെക്കലുണ്ടാവും. അതാണ് ഉണ്ടായത്. ഇപ്പൊ 500-ന്റെ നോട്ട് വന്നു തുടങ്ങി, 2000-ന്റെ ഇഷ്ടം പോലെ നോട്ടായി. ഒരു സുഹൃത്ത് അവിടെ പറഞ്ഞ പോലെ, ആ സുഹൃത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് നോട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന 50, 20, 10, 5 എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതെങ്കിലും പോയിട്ടില്ല. അതെവിടെയാ? അതിനാണല്ലോ ക്ഷാമം. അപ്പം നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അത് നമ്മൾ മാക്സിമം പുറത്തോട്ട് ഇറക്കുക. നമ്മളതിനെ വരുത്തി അത് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറക്കുക. ആൾക്കാർക്ക് പേടിയുണ്ട് സാർ. ആ പേടി നാളെ ഇപ്പൊ ഇദ്ദേഹം തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ സേവ് ചെയ്ത് തുടങ്ങി. ഇതൊരു ഇക്കണോമിക് പോളിസിയാ. ഇതിനകത്ത് നമ്മൾ സെന്റിമെന്റലിസമോ പ്യൂർ എക്കണോമിക്സ് ആണ്. അതെ, പ്യൂർ എക്കണോമിക്സ് ആണ്. ഇത് വസ്തുത അധിഷ്ഠിതമാണ്. പ്രധാനമന്ത്രി ഒരു കാര്യം ചെയ്താൽ മതി. കാരണം നോട്ട് അസാധുവാക്കി, ഇതിന്റെ ഇമ്പാക്ട് ഇതൊക്കെ ആയിരിക്കും, ഇന്ന ദിവസത്തിനുള്ളിൽ എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. കൃത്യമായ ഡീറ്റെയിൽസ് ജനങ്ങൾക്ക് കൊടുക്കട്ടെ. പ്രധാനമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 50 ദിവസം എനിക്ക് തരൂ. അതിനകത്ത് ഡിസംബർ 31 വരെ യോജിച്ചിട്ടുണ്ട്. 2 ദിവസമാണ്. ഇപ്പൊ അവിടെ ആ മാം പറഞ്ഞു ദൂർത്ത് കുറഞ്ഞെന്ന് പറഞ്ഞു. ആരുടെ ദൂർത്താ കുറഞ്ഞത്? ഇല്ലാത്തവൻ വീണ്ടും ഞെരുങ്ങുകയാണ്. അന്നത്തെ വേദന ദൂർത്ത് കുറഞ്ഞു. ആവശ്യമില്ലാതെ സാധനങ്ങൾ പർച്ചേസ് വാങ്ങി വെക്കുന്ന രീതി അല്ല. മറ്റുള്ളവർ കാണിക്കുന്നത് നമ്മളും ചെയ്യണം, അല്ലെ? മറ്റുള്ളവരുടെ വീട്ടിൽ കാർ വാങ്ങി അത് നമ്മൾ വാങ്ങണമെന്നുള്ള അന്നത്തെ ദിവസം കൊണ്ട് കിട്ടുന്നത് കൊണ്ട് അത്താഴത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാധാരണക്കാരന് ഈ കാറും ഇതൊന്നും അവനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അവനെ സംബന്ധിക്കുന്നത് അവന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക, അവർക്കൊരു രോഗം വന്നാൽ മരുന്ന് വാങ്ങിക്കുക. അതിന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഉടനെ ATM പോകാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഞാൻ തന്നെ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം. നമ്മുടെ എക്കണോമി തിരിച്ചു വന്നുള്ളതിന്റെ പ്രധാന മാനദണ്ഡം യാർഡ് സ്റ്റിക്ക് നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ ക്യൂ തിരിച്ചു വന്നിട്ടുണ്ട്. ധൈര്യമായിട്ടിരുന്നോ, തിരിച്ചു വന്നു അല്ലേ? ബെവറേജിൽ ക്യൂ കൂടുന്ന പ്രശ്നങ്ങൾ കൂടുമ്പോഴാണ് സാറിന് ബെവറേജിൽ വിഷമം കൂടുമ്പോഴാണ്. ഇല്ലെങ്കിൽ പൈസ മാറ്റിയെടുക്കാൻ പറ്റാതെ 2 ദിവസം ആൾക്കാർ ബുദ്ധിമുട്ടി എന്നുള്ളത് ശരിയാണ്. അന്ന് ബിവറേജസിൽ ക്യൂ ഉണ്ടായില്ല. പക്ഷെ 3-ാം ദിവസം ക്യൂ പഴയതുപോലെ ഫുള്ള സാർ, ഒരു സംശയമില്ല ആ കാര്യം. ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവർക്ക് അവർക്ക് സാധനം ആവശ്യം. ആ സമയത്ത് ഈ നോട്ട് നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആ ആഴ്ചയിൽ TV കാണിച്ച ഒരു ന്യൂസാ. ഒരു മനുഷ്യൻ ബിവറേജിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നോട്ടില്ല, 500 രൂപയാണ് കൊടുത്തത്. അപ്പം സാധനം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിയുടെ കൈ കിടന്ന മോതിരം അന്നാരെ ഊരി അവിടെ കൊടുത്തിട്ട് ഈ സ്വർണം തരാം, സാധനം തരാൻ പറഞ്ഞു. അപ്പൊ ആവശ്യമുള്ളവരെ അത് വാങ്ങിക്കും. ബിവറേജിന്റെ മുന്നിൽ ക്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ഈ സാധാരണക്കാരുടെ ഈ വിഷയങ്ങൾ മാറണമെങ്കിലേ ആദ്യം വേണ്ടത് ഈ സഹകരണ സംഘങ്ങളിലെ ട്രാൻസാക്ഷൻ കറക്റ്റ് ചെയ്യണം. അത് റെസ്യൂം ചെയ്യണം. അത് വരിക വേണ്ട. അതാണ് ആദ്യം വരേണ്ടത്. അതിന് RBI പറയുന്ന നിബന്ധനകൾ പാലിക്കണം. അത് പാലിക്കാൻ നമ്മുടെ ബാങ്കുകൾ തയ്യാറാവണം. നമ്മുടെ നാട്ടില് നഗരങ്ങളെക്കാളും കൂടുതൽ ഗ്രാമങ്ങളാണുള്ളത്. ഈ ഗ്രാമങ്ങളിലെ നട്ടെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളാണ്. ഈ സഹകരണ ബാങ്കുകൾ RBIയുടെ ഉത്തരവും അതേപടി നടപ്പാക്കി അംഗീകരിച്ചാൽ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളെ പോലെ പണം വായ്പ കൊടുക്കലും പലിശ മേടിക്കലും മാത്രമായിട്ട് അധപ്പതിക്കും. മറിച്ച് ഇന്ന് സഹകരണ മേഖല നീതി മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്നു, ഫെർട്ടിലൈസേഴ്സിന്റെ കാർഷിക ആവശ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു, ഈ പലിശരഹിത വായ്പകൾ കർഷകർക്ക് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ KYC ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. നമ്മുടെ ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലുമായി രാജ്യത്തിൻ്റെ GDPയിലേക്ക് 45% സംഭാവന ചെയ്യുന്ന ആളുകളെ ഇത് ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ 80% ജോലി ഇത് ബാധിച്ചിരിക്കുകയാണ്. ഗൗരവമായ സാമ്പത്തിക പ്രശ്നമാണ്. ഇതിനെ ഈ അർത്ഥത്തിൽ അഡ്രസ് ചെയ്യണം. ഇത് കടക്കും. കടന്നില്ലെങ്കിൽ രാജ്യത്തിൽ വലിയ സാമ്പത്തിക അരാജകത്വം ഉണ്ടാവും. കടക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ കൊട്ടേഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പവർ കറപ്റ്റ്സ്. ലോകത്തിൽ ആദ്യം ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട. പവർ കറപ്ഷൻ തുടങ്ങുന്നത് അവിടെയാണ്. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുക.
അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യാം. എങ്ങനെ? ഈ ഇലക്ഷനിലാണ് ഈ പണം മുഴുവൻ ഇവിടെ കള്ളപ്പണം മുഴുവൻ ഇവിടെ ഒഴുകുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടെ നടപടി ഉണ്ടായിട്ടുള്ളത്. ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുക, അംഗീകൃതമുള്ള ആളുകളെ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാം 100% ഈ രാജ്യത്തെ ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയോട് നിൽക്കും. ഇത്തരം നടപടികൾ ഉണ്ടായാൽ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് മാത്രം നടക്കില്ല. ആദ്യം റെഡിയാക്കി നോട്ടൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണ്ടിയിരുന്നു. ഇത് പിന്നെ നോട്ട് എപ്പോഴും 500 രൂപ ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഹോസ്പിറ്റൽ കേസ് കേട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ചില്ലറ ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ 1 രൂപയെങ്കിലും കൊണ്ട് ഇടുന്നത് സംഘങ്ങളിലാണ്, സഹകരണ സംഘങ്ങളിൽ. അതെല്ലാം അവർ ബന്ധാക്കി. പിന്നെ ഇവർ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമായിരിക്കണം? കുറെ കഴിയുമ്പോൾ നന്നാവുമായിരിക്കും. നല്ല നടപടിയെ ജനം എതിർക്കുന്നില്ല. ഈ പാവപ്പെട്ടവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടിനെ ജനം എതിർക്കുന്നത്. അല്ലാണ്ട് ബാങ്കിൽ ഇത്ര റേറ്റ് വെച്ച് കൂടുതലുള്ള കണക്കില്ലാത്ത കാശ് പിടിക്കണേനെ ഈ നാട്ടിലെ പാവപ്പെട്ടവരാരും എതിർക്കില്ല. 2000 നോട്ട് കിട്ടി, ചേഞ്ച് ഉണ്ടോ? 300-400 രൂപയുടെ സാധനം വാങ്ങിയിട്ട് നമ്മളൊരു കടയിൽ ചെന്നാൽ അതിന് ചേഞ്ച് ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനും ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു ഇത് പിൻവലിക്കാനായിട്ട്. കടകൾ തന്നെ പൂട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് കടകൾ ഞങ്ങൾ ഏത് സമയത്ത് പൂട്ടും എന്നുള്ള ഘട്ടത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 2000 നോട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു മാഫിയ തുടങ്ങിക്കഴിഞ്ഞു. കള്ളപ്പണക്കാര് മാത്രമല്ല, ഇല്ല കള്ളപ്പണക്കാര് മാത്രമല്ല, മറിച്ച് ടെററിസ്റ്റ് ഗ്രൂപ്പുകളും 2000 നോട്ടുകൾ അത് പോക്കറ്റിൽ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കൈക്കൂലി എന്ന് പറഞ്ഞ സാധനം കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തില്. പൈസ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ സാറ് പറഞ്ഞത് ശരിക്കും ഒരു മുമ്പോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഗ്രാജുവലി ഈ 2000 രൂപ പിൻവലിക്കും. പിന്നീട് 500 പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ട്രാൻസാക്ഷൻ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പോകണം. ശരിക്കും സാധാരണക്കാർക്ക് പ്രത്യക്ഷത്തിൽ ദോഷമെന്ന് തോന്നുമെങ്കിൽ ഭാവിയിൽ സാധാരണക്കാർക്ക് ഏറ്റവും അധികം പ്രയോജനം ഉണ്ടാകുന്ന തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് കറക്ഷൻ ഫ്രീ സൊസൈറ്റി. കാരണം കൈക്കൂലി മേടിക്കാൻ പറ്റത്തില്ല. നിയമപരമായി കൈക്കൂലി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഒരു കേസിന് എന്തെങ്കിലും ഒരു ഒഫൻസിന് ഒരു കുറ്റം കാണിച്ചാൽ 1000 രൂപ മുതൽ 10000 രൂപ വരെ പിഴ ശിക്ഷ വിധിക്കും. അല്ലെങ്കിൽ ആ നിയമത്തിൽ അനുവാദമുണ്ട്. ഉദ്യോഗസ്ഥനെ കണ്ടാൽ 1000 രൂപ കൊടുത്താൽ മതി, കണ്ടില്ലെങ്കിൽ 10000 രൂപ കൊടുക്കണം. 3000 രൂപ കള്ളു കുടിച്ച് പോയി വണ്ടി ഓടിച്ചിട്ട് പോണവനെ പോലീസ് പിടിച്ചാൽ 3000 രൂപ, 2000 രൂപ അവന് കൊടുത്താൽ അവന് ഹാപ്പി. കൈക്കൂലി വാങ്ങുന്നവനെ മാത്രം കുറ്റപ്പെടുത്തരുത്. അല്ല, കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഇത് യഥാർത്ഥത്തില് ഓരോ ഓഫീസിലും നമ്മുടെ പൊതുജനം എന്താ ചെയ്യുന്നത്? അവിടെ എല്ലാ സൗകര്യങ്ങളും വെച്ചാലും അവർ ചോദിക്കുന്നത് വല്ലതും കൊടുത്താൽ നടക്കൂടെ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. രണ്ടിലും മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. ഇത് രണ്ടിലും മാറ്റം ഉണ്ടാകും. കാരണം ഇപ്പൊ കൈക്കൂലി മേടിച്ചു വെച്ചവരും കൊടുക്കുന്നവരും ഇനി പേടിക്കും. കയ്യിൽ പൈസ എങ്ങനെ ട്രാൻസാക്ഷൻ ഇങ്ങനെയായി ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ കൈക്കൂലി വാങ്ങിച്ച് രുചി പറ്റിക്കഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ എങ്കിലും വരുവിനും പരമാവധി അവർ നോക്കും. പറ്റത്തില്ല അവർക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. പേപ്പർ കറൻസി പിൻവലിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അവർക്ക് മാന്യമായ സാഹചര്യം കൊടുക്കട്ടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ. നമ്മളൊന്ന് തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യക്ക് വെള്ളി ഇപ്പൊ ഇംഗ്ലണ്ട് പോലെ രാജ്യത്തൊക്കെ ഏറ്റവും കൂടിയ തുക 100 പൗണ്ടാണ്. 100 അപ്പൊ ആ 100 ഇവിടെ നിലനിർത്താൻ സാധിക്കും. ഇന്ത്യയിലെ എമൗണ്ട് വെച്ച് ഉണ്ട്, തീർച്ചയായും സംഭവിച്ചു. ആ വില കളഞ്ഞ് നമ്മൾ ഈ കള്ളപ്പണം കൊണ്ടാണ്. അതായത് ഒരു കാലത്ത് 1990-കളിൽ ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ 2 അമേരിക്കൻ ഡോളറായിരുന്നു. ഇന്ന് ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ 60 ഇന്ത്യൻ റുപ്പി ആയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നി കള്ളപ്പണമാണ്. ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് ഇത്ര അധികം കാശ് വരികയാണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ബാക്കി മേഖലയിലേക്ക് ഇത് അനുവദിക്കുകയാണെങ്കിൽ, നാച്ചുറലി ഗവൺമെന്റ് എടുത്ത് കാശുണ്ട്, റുപ്പീസ് അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. തീർച്ചയായും സംശയമൊന്നുമില്ല. സാറേ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ മാർക്കറ്റിലേക്ക് മണി ഫ്ലോ ഉണ്ടാക്കാൻ സർക്കാർ വിചാരിച്ചാൽ പറ്റും. കാരണം പലതും അവരാണ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷനും പല സംഭവങ്ങളും. ഇന്ത്യയിൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിചാരിച്ചാലോ RBI വിചാരിച്ചാലോ പെട്ടെന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. എന്താണ് ഒരു പോകുന്നത്? പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, അതായത് ഈ ഡിസംബർ 31-ാം തീയതിക്ക് ശേഷം എല്ലാ ബാങ്കിലും എക്സസ് മണി ആവാൻ പോവാണ്, സർപ്ലസ് മണി. ഇദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പൊ 17 ലക്ഷം ATM കറക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ അതല്ല, ഇദ്ദേഹം പറഞ്ഞൊരു പ്രശ്നമാണെങ്കിൽ അത്ര നോട്ട് അടിക്കാൻ പറ്റുന്ന പ്രാദേശിക സാഹചര്യം ഇല്ലെങ്കിൽ കുറെ പേര് ഡിജിറ്റലിലേക്ക് കിടക്കട്ടെ. അല്ല, ഇവിടെ ആരോ പറഞ്ഞല്ലോ, അതായത് ഈ അക്ഷരം അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു നാട്ടിൽ അവരെയും കൂടെ നമ്മൾ മുന്നിൽ കാണണമല്ലോ. ലോകത്താകെയുള്ള നിരക്ഷരരിൽ പകുതി ഇന്ത്യയിലാണ്. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയാണ്, കുഴപ്പമില്ല. എന്റെ അനിയൻ ഇവിടെ പറഞ്ഞത് ഈ കൈക്കൂലിയാണ് അഴിമതിയുടെ ഏറ്റവും വലിയ കാരണം. ഈ വില്ലേജ് ഓഫീസിലും ഈ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ 5 രൂപയും 100 രൂപയും കൈക്കൂലി മേടിക്കുന്നതാണ് വലിയ ഇതിൻ്റെ എന്നുള്ളതാണ്. ചൗധരി പ്രദേശ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിന്റെ സിംഹഭാഗവും ഡിഫൻസിനാണ് മാറ്റിവെക്കുന്നത്. യുദ്ധവിമാനം വാങ്ങാൻ, മുങ്ങിക്കപ്പൽ വാങ്ങാൻ.
അത് വാങ്ങുക. ഇതിലെല്ലാം ഇടനിലക്കാരനാണ്. ഇതൊക്കെ രാജ്യത്ത് അറിയുന്ന കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസിൽ സാധാരണക്കാരനാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. കള്ളപ്പണമുള്ള അല്ലെങ്കിൽ നോക്കിയിരിക്കുക എന്നാണ് പറയുന്നത്. ഈ കള്ളപ്പണം ഉള്ളവൻ എങ്ങനെയും മാറുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ കള്ളപ്പണം കൈ വെച്ചൊരു ഗ്രാജുവലി ഇറങ്ങും. ഇവിടെ ഇറങ്ങി രണ്ട് കാര്യം സംഭവിക്കുമ്പോൾ ഈ സാറ് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് രണ്ട് കാര്യം. ഒന്ന്, അവരൊന്നെങ്കിൽ കൂടുതൽ ടാക്സ് കൊടുത്ത് ഈ പൈസ സറണ്ടർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പൈസ നശിപ്പിച്ചു കളയും. രണ്ടും സംഭവിച്ചാൽ നിരോധിച്ച പൈസ കൂടുതൽ ടാക്സ് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് അങ്ങനെ ഓപ്ഷൻ വെക്കുവാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം നിങ്ങൾക്ക് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ പറയുന്ന തുകയ്ക്ക് മുകളിൽ 200% ഫൈൻ വരും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തലയ്ക്ക് ബോധമുള്ള എങ്ങനെ വന്നാലും ഈ നശിപ്പിച്ചാലും വന്നാലും ഗവൺമെന്റ് ഗുണമാണ്. അത്രയ്ക്കും ബാങ്കും അല്ലെങ്കിൽ ഗവൺമെന്റ് നശിപ്പിക്കണ്ട. ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കടകളിൽ വന്നുകൊണ്ട് മേശ തുറന്ന് 500-ന്റെ 1000 നോട്ടുണ്ടെങ്കിൽ അവർ കത്രവിട്ട് മുറിക്കുക. അങ്ങനെയൊന്നും ചെയ്യില്ല. 30-ാം തീയതി വരെ ഞങ്ങൾക്ക് അനുവാദമുണ്ട്. നിങ്ങൾ തടയണം. ഞങ്ങൾ തടഞ്ഞു. നിങ്ങൾ വലിയ മാത്രമല്ല എൻഫോഴ്സ്മെന്റ് അങ്ങനെ അധികാരം കൊടുക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തടയുന്നു. പോലീസിനെ വിളിച്ചവര് ഇത് ഇങ്ങനെ ഇത് കറക്റ്റ് രീതി പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈക്വൽ ആയിട്ട് വരുമാനം എത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എല്ലാവരും ഒരുപോലെ എത്തുന്നല്ല, ഗ്രാജുവലി എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതിപരമായിട്ടുള്ള റിസർവേഷൻ മാറിയിട്ട് സാമ്പത്തികമായിട്ട് റിസർവേഷൻ വരുന്നതാണ്. അതിലേക്കൊരു സാധ്യത തെളിഞ്ഞാൽ വരാൻ പോകുന്ന ഗുണം, നമ്മൾ കൈക്കൂലി കൊടുത്ത് കയറേണ്ട, ഒരു കോളേജിൽ അഡ്മിഷന് ഡൊണേഷൻ കൊടുക്കേണ്ടത്. കാരണം ഡൊണേഷൻ മേടിക്കുന്ന 50 ലക്ഷം ഹ്യൂജ് ആയിട്ട് എമൗണ്ട്. ഈ എമൗണ്ട് ഒന്നും ഒരു മാനേജ്മെൻറ്റ് വെളിപ്പെടുത്തില്ല. അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി നമ്മൾ ഡെഫിനറ്റായിട്ട് വെളിപ്പെടുത്തേണ്ടി വരും. അപ്പം നമ്മളെ സാധാരണക്കാരുടെ മക്കൾ പഠിച്ച് മിടുക്കരായിട്ടുള്ള അധ്യാപകർക്ക് കോളേജിലോ സ്കൂളിലോ എവിടെ കയറണമെങ്കിലും കഴിവ് കൊണ്ട് കയറാൻ എളുപ്പം സംഭവിക്കുന്നു. കാര്യം എന്താ സാർ, കേരളത്തിൽ ഇപ്പോൾ ഒരു കൊച്ചി നഗരത്തിലെ തന്നെ ഒരു കോളേജിലെ ബികോം അഡ്മിഷന് 10 ലക്ഷം രൂപയായി കഴിഞ്ഞു. അപ്പൊ ഈ 10 ലക്ഷം രൂപ വാങ്ങിച്ച് സുഖം പറ്റിയ മാനേജ്മെന്റ് ഒരു സുപ്രഭാതത്തിൽ ഇത് വേണ്ടെന്ന് വെക്കൂ. അവര് കാര്യം പറയുമ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റ് വേറെ അസോസിയേഷനാണ് നമ്മുടെ നാട്ടില്. 2000 കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളത് പറയാം. കാര്യം കഴിഞ്ഞില്ലേ? LKG അഡ്മിഷന് വേണ്ടി ഇപ്പോഴേ പണം കരുതുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. LKG അഡ്മിഷന് വേണ്ടി. LKG അല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി. LKG അല്ല, മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഈ ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് അദ്ദേഹം വളരെ അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ 84% നോട്ടുകളും 1500 ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കണക്കാണ്. അപ്പോൾ അത് 5% ആൾക്കാരുടെ കയ്യിലാണെന്ന് അദ്ദേഹം പറയുന്നു. ആ 5% അങ്ങോട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അങ്ങേക്ക് വരാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ബാക്കി 96% കയ്യിലുള്ളത് ഈ 14% നോട്ടുകളാണെന്ന്. അങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ശരിയല്ല. അതായത് ഈ ഇപ്പൊ സാധാരണക്കാരന്റെ കയ്യിലാണ് 500 ഉണ്ട്. കാരണം എന്താ പറയാ, ഒരു ദിവസത്തെ കൂലി തന്നെ എത്രയാ, ഒരാഴ്ച കിട്ടുന്ന മൊത്തം കൂലി എത്രയാണ്? തീർച്ചയായിട്ടും 500-ഉം 1000-ഉം സാധാരണക്കാരന്റെ കയ്യിലുണ്ട്. പക്ഷെ അതെല്ലാം പതുക്കെ ഡിജിറ്റൽ കറൻസി ആയിട്ട് മാറാൻ തുടങ്ങും. അതായത് നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ അവരും പേടിഎമ്മും അവരും ATM കാർഡ് ഉപയോഗിക്കുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു അത്ഭുതം തോന്നുന്നതൊക്കെ സംഭവിക്കുന്നു. ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്നില്ലേ? അത് വിദ്യാഭ്യാസം വാട്സാപ്പിൽ സന്ദേശം അയക്കുന്നില്ല അടുത്ത മുറിയിലേക്ക്. വിദ്യാഭ്യാസം വേണ്ട, ഇപ്പൊ പേടിഎം ഉപയോഗിക്കാൻ വിദ്യാഭ്യാസം സാറ് കുറച്ച് ഞെട്ടിയിരിക്കുക. മോഹൻവർമ്മ സാറിന് സാറ് കുറച്ച് ഞെട്ടിയത് എനിക്ക് കിട്ടിയില്ല. 22 കൊല്ലം മുമ്പ് മുതൽ കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് ഞാന്. അതൊക്കെ പത്രം വായിക്കാറില്ല ഞാൻ. എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. എല്ലാ എവരിതിങ് അവൈലബിൾ. പുസ്തകം എടുക്കട്ടെ, ഏത് ഇൻഫർമേഷൻ ഗൂഗിളിൽ ഇമ്മീഡിയറ്റ്ലി. ഇത്രയുള്ള കാര്യം. ചെയ്യാൻ അറിയില്ലാത്തവരെന്ത് ആക്ടിവിറ്റി ചെയ്യാൻ കേരളത്തിലെ 3.5 കോടി മൊബൈൽ ഫോണാ, അതിൽ 2.25 കോടി സ്മാർട്ട് ഫോണാണ്. അല്ല, ആർക്കെങ്കിലും ഇത് പഠിക്കണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഞാൻ പഠിപ്പിച്ചു. ആർക്കെങ്കിലും നേരിട്ട് തന്നെ ബന്ധപ്പെടുക. എനിക്ക് 80 വയസ്സായി, ഒരുപാട് നാളൊന്നും ഇല്ല, അതിനു മുമ്പ് പഠിച്ചു. സാറിനൊന്നും സംഭവിക്കില്ല. കച്ചവടം കുറവാണ്, കച്ചവടം ഇല്ല.
തീരെ മോശമാണ് കച്ചവടം. നോട്ടുകളൊക്കെ ഇപ്പോൾ 10-100 രൂപയുടെ മീൻ മേടിച്ചിട്ട് 2000 നോട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ ചില്ലറയില്ല. മീൻ കൊടുത്താലും കടം പോണേണ്, കയ്യിൽ കാശ് കിട്ടാനില്ല. ഇന്ന് രാവിലെ ഒരാൾ 100 രൂപയുടെ മീൻ മേടിച്ചിട്ട് 2000 കൊടുത്തു. അപ്പോൾ നമുക്ക് എവിടെയാ ചില്ലറ? ഇല്ല, കാശ് ചേഞ്ച് ഇല്ല. അത് തന്നെ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സാധനം കച്ചവടം മോശം. നമുക്ക് പണിക്കാർക്ക് ആൾക്കാരുടെ കച്ചവടം ഇപ്പോൾ വളരെ മോശമാണ്. 20 രൂപയുടെ 30 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട ഇല്ല. അതുകൊണ്ട് കച്ചവടം നടക്കണില്ല. എന്തോരം നിറച്ച് സാധനം ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല. പെൻഷൻ മുടങ്ങുന്നുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. പെൻഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ 6 മണിക്ക് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. ഈ സമയം വരെ അന്വേഷിച്ച് നിന്നിട്ട് പൈസ ഇല്ല എന്ന് പറയും. കാലത്തെ വന്നിട്ട് ഇവിടെ ജനത്തിരക്ക് കാരണം ഞാനൊന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് വരെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. പണം വരുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഒരാഴ്ചത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുമെന്ന് തന്നെയാണ് വിചാരം. കറൻസി മൊത്തം ഇരിക്കുന്ന ആരുടെ അടുത്താണ്? ബാങ്കുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് അടുത്താണ്. ഓക്കെ, ആ കറൻസി ഇനി സർക്കുലേഷനിൽ വന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇന്ന് കറൻസി പിൻവലിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ഒരു കോർപ്പറേറ്റിന് പോലും 50,000 മുകളിലേക്ക് ഇന്ന് കറൻസി പിൻവലിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. 30-ാം തീയതി കഴിഞ്ഞാൽ, ഡിസംബർ 30 കഴിഞ്ഞാൽ ഇത് തുടരും. ഇനി ഒരാൾ പോയി അത്യാവശ്യമായിട്ട് 50 ലക്ഷം വിഡ്രോ ചെയ്യുകയാണ്. ഡെഫിനറ്റ്ലി സർ, എൻഫോഴ്സ്മെൻറ്റ് ബാക്കി എല്ലാ ടാക്സ് വിഭാഗമുള്ള പുറകെ കൂടും. വൈ യെസ് വിഡ്രോൺ ഇത്ര ഹാർഡ് കറൻസി എന്തുകൊണ്ട് വിഡ്രോ ചെയ്തു? മാർക്കറ്റിലേക്ക് ക്യാപിറ്റേഷൻ ഫീ കൊടുക്കാനോ ബാക്കിയുള്ള കാര്യത്തിനോ ആയിട്ട് ഇനി കറൻസി കാണില്ല. കറൻസി കാരണം ഇപ്പോൾ ഗവൺമെൻറ് അടുത്ത് ഇരിക്കുന്നത്, ഇപ്പോൾ സാറിൻ്റെ അടുത്തുള്ളത് മൊത്തം വൈറ്റാണ്, ബാങ്കിലിരിക്കുകയാണ്. ഓക്കെ, ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. എമൗണ്ട് പറയണോ? എന്തുകൊണ്ട് അത് പിൻവലിച്ച് അത് ബ്ലാക്ക് ആക്കണം? കാരണം വീണ്ടും സർക്കുലേഷൻ വരികയാണ്. സാറിൻ്റെ അടുത്തുള്ള പൈസ പിൻവലിച്ച് സാർ ഒരു നോട്ടപ്പള്ളിയായി മാറി. എന്തിനാ ചെയ്യണം? അന്നേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള കറൻസി മാത്രം പിൻവലിക്കുക, അതിലൂടെ ജീവിച്ചു പോവുക. ബാക്കി കഴിയുന്ന പറ്റുന്നതൊക്കെ ഡിജിറ്റലിലൂടെ പോവുക. ഞാൻ ഉദ്ദേശിക്കുന്നത് പറയട്ടെ അങ്ങോട്ട്, ഈ എൻഫോഴ്സ്മെന്റും IT ഒക്കെ ഇല്ലാതെ ജനങ്ങൾ തന്നെ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഈ IT ഒക്കെ പ്രേരിപ്പിക്കേണ്ടി വരികയാണല്ലോ. ഈ ഇൻകം ടാക്സുകാർ ഇല്ലാതെ തന്നെ ആൾക്കാർ ഇതൊരു ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ആൾ നീതി കൊടുക്കുന്നത് എന്തുകൊണ്ടല്ല? അതൊക്കെ എല്ലായിടത്തും അത്യാവശ്യമാണ്. നടക്കാൻ കാരണമുണ്ട്. നമ്മളെല്ലാം ബേസിക്കലി കള്ളന്മാരാ. പക്ഷേ 3 പേരെയാ പേടി. 1 ദൈവം, 2 പോലീസ്, 3 അയൽക്കാർ. ഈ 3 ഒപ്പിക്കാമെങ്കിൽ നിങ്ങൾ കള്ളത്തരം കാണിക്കും. ദൈവത്തെ പേടിയുള്ളവരുണ്ടല്ലോ, അവർ അയ്യോ ദൈവം അവിടെ ഇരുന്നോണ്ട് കാണുന്നുണ്ടേ എന്ന് പറഞ്ഞ് ചെയ്യില്ല. പിന്നെ പോലീസിനെ പേടി, അടി കൊള്ളുമെന്നുള്ള പേടി, നിയമം കോടതിയൊക്കെ കൂടെ ആ പേടി. 3ാമത്തെ അയൽക്കാർ, അയ്യോ അവരെന്തോ പറയും, എന്നെ എന്ത് പറയും. ഈ 3 എണ്ണത്തിനെയും കവർന്നു പോകുന്നവരാണ് അത് ഈ ക്രിമിനൽ ആവുന്നത്. അതാണ്. ബാക്കി എല്ലാത്തിനും നമുക്കൊക്കെ ഈ ടെൻഡൻസി ഉണ്ട്, ഇല്ലാന്ന് പറയാൻ ഒക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സുള്ള കുഞ്ഞാ 80-ാം വയസ്സിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ഈ തീരുമാനം കുറച്ച് ഹേസ്റ്റിയാണോ? ഒന്നുമല്ല. ഇത് ഇറ്റ്സ് വെരി വെൽ ഓർഗനൈസ്ഡ്, വെൽ പ്ലാൻഡ്. ഒരു കാര്യം എടുത്തോളൂ, വെൽ കൺസീവ്ഡ്. ആൻഡ് അനദർ തിങ്, വി ലൈക്ക് ഓൺലി നെഗറ്റീവ് ന്യൂസ്. നിങ്ങൾക്കറിയായിരിക്കും. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം എടുത്ത് കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ഓൺലി നെഗറ്റീവ് ന്യൂസ് ഈസ് കമ്മിങ്, നോട്ട് ദ പോസിറ്റീവ് വൺസ്. ഇറ്റ് ഈസ് ആൻ അഡീഷൻ ഫോർ ഹിം. ഇത് ഒന്നാമത്തെ കളിയാണ്. എന്തൊക്കെ തന്നെയാലും ഇതൊരു നല്ല തീരുമാനമാണ്. കഴിഞ്ഞ 69 വർഷമായിട്ടുള്ള ഒരു വലിയ ക്യാൻസറാണ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. ക്യാൻസർ, അതായത് ബ്ലാക്ക് മണിക്ക് കത്തിവെച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ക്യാൻസർ വെട്ടി മാറ്റപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് അവസാനത്തെ ചാൻസാണ്. ഇതിൽ തകർന്നാൽ ഇന്ത്യ രക്ഷപ്പെടില്ല. നോട്ട് പിന്മാറുമ്പോഴേ ഈ റേഷൻ കാർഡ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഈ ക്യൂ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അധിക പേരും BPL ആണ്. എഴുതിയിരിക്കുന്ന എല്ലാവർക്കും 4000 കുറവാണ് മാസവരുമാനം. അത് വളരെ ഒരു വാലിഡ് പോയിന്റാണ്. ഞാനത് പറഞ്ഞില്ല. കാരണം ബാങ്ക്സ് റെസ്ട്രിക്ഷൻ ശരിക്കും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ റേഷൻ കാർഡിലെ വരുമാനം വെച്ച് കൊടുക്കണമെന്ന് ശരിക്കും ഒരു പ്രോബ്ലം ആയിപ്പോയി. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളതല്ല. ഇവിടെ പ്രശ്നം തീരാനായിട്ട് നമുക്കിപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാഷ് വിട്ടുകളാണ്. അതിലൊരു മാരേജിന് സാറേ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് 10 പവൻ സ്വർണ്ണം മേടിക്കാൻ പോലും തികത്തില്ല. അപ്പൊ അത്ര ന്യായമായ ആവശ്യങ്ങൾക്ക് കുറച്ചുകൂടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ചെക്ക് കൊടുക്കാം, കാർഡ് സ്വൈപ്പ് ചെയ്യാം. എല്ലാ സ്വർണ്ണക്കടയിലും കാർഡ് സ്വൈപ്പിംഗ് ഉണ്ട്. എന്തുകൊണ്ട് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മേടിച്ചുകൂടാ? നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഒരുവിധം ഭൂരിഭാഗം മാധ്യമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ എല്ലാ നെഗറ്റീവ് വശങ്ങൾ മാത്രമേ ഇവർ തുടർന്ന് കാട്ടുന്നുള്ളൂ. നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഷോയിൽ നമ്മൾ എത്ര പോസിറ്റീവ് വശങ്ങൾ ഇതിന്റെ മനസ്സിലാക്കി. ഈ വെളിയിലുള്ള ഒരു ജനങ്ങൾക്ക് ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ അറിഞ്ഞുകൂടാ. എന്നെ ഇന്നലെ ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ, നിങ്ങളൊക്കെ എത്രയും കിടന്ന് അനുഭവിക്കുകയെന്ന് തോന്നുന്നു. ഞാൻ ക്യൂ നിന്നപ്പോഴും എൻ്റെ കൂടെ എനിക്കറിയുന്ന ഒരുപാട് ജനങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പോസിറ്റീവ് വശങ്ങൾ ഒരു ഷോയിൽ ഇതുവരെ വന്നില്ല. എനിക്ക് വന്ന ചരിത്രത്തിൽ ചിലപ്പോൾ ഈ ഒരു ഷോ ആയിരിക്കും ഇത്രയും പോസിറ്റീവ് വശങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ നോട്ട് പിൻവലിച്ചു, നാളെ
ഈ ബാങ്കിലിരിക്കുന്ന ലോക്കറിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ആൾക്കാരിപ്പോൾ 100-150 പവൻ 300 ഗ്രാം വരെ ഒരു ലേഡിക്ക് കൈവശം വെക്കാമെന്നുള്ള നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ആൾക്കാർ ഇങ്ങനെയുള്ള ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്ന രീതികൾക്ക് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റേതായ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഒരു RBI ഉദ്യോഗസ്ഥനുള്ള അങ്ങ് കാണുന്നുണ്ടോ? ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വളരെ കമ്മിറ്റഡ് ആണെങ്കിൽ അവർക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാം. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇവിടെ നിൽക്കില്ല, നാളെ തൊട്ട് ഇത് കണ്ടിന്യൂ എന്നാണ്. നമ്മൾ ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 2 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന് ഫ്ലോ കോൺസെപ്റ്റ്, ഒന്ന് സ്റ്റോക്ക് കോൺസെപ്റ്റ്. നമ്മുടെ ഇന്നു വരെയുള്ള മെഷേഴ്സ് സ്റ്റോക്ക് കോൺസെപ്റ്റിനെയാണ് അഡ്രസ്സ് ചെയ്തിരുന്നത്. അതായത് ഇന്നു വരെയുള്ള കള്ളപ്പണത്തെ മാത്രമേ ഈ ഡിമോണറ്റൈസേഷൻ കൊണ്ട് നമുക്കത് അസാധൂകീകരിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. നാളെ തൊട്ട് ഈ ഫ്ലോ പിന്നെയും തുടങ്ങും. ആ ഫ്ലോയെ അഡ്രസ്സ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം അത് ഗവൺമെൻറ് നിശ്ചയിക്കും. അത് ചിലപ്പോൾ ഇതുപോലുള്ള അൺപ്ലസൻറ്റ് മെഷേഴ്സ് ഇനിയും വന്നു എന്ന് വരാം. അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇൻ ദ ഫ്യൂച്ചർ എനിത്തിങ് ഈസ് പോസിബിൾ. പ്രധാനമന്ത്രി ചെയ്ത് നല്ല പരിപാടിയാണ്, പക്ഷെ അതിന് ബദൽ സംവിധാനം ഒരുക്കിയത് പ്രാവർത്തികമായില്ല. ATM വരേക്ക് വർക്ക് ചെയ്യാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതെന്നാക്കിയെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേ. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് പൈസ ഇല്ല. ഈ 2000 കൊണ്ട് ഒരു ചായക്കടയിൽ പോയാൽ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ല. പല സ്ഥലത്തും കടം പിടിച്ചൊക്കെ ഇപ്പോൾ ആളുകൾ ജീവിക്കുന്നത്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പോലും നമ്മുടെ നാട്ടിൻ പുറത്ത് പലർക്കിടെ കടം പറയുക. ഈ കാശ് കിട്ടിയിട്ട് കൊടുക്കണം. എന്തിനാ ഇതിൽ കൂടുതൽ പറയണേ? നാശമാണ്. ചെറുകിട ഏജൻസികളിൽ നിന്ന് കമ്മീഷനായിട്ട് ലോട്ടറി എടുത്ത് വിൽക്കുന്ന ആൾക്കാരാണ്. അവർ ജീവിതം ഇപ്പോൾ അവർ ഭിക്ഷാടനം നടത്തുന്ന ഒരു അവസ്ഥയിലാണ് വന്നേക്കണം ആ ലോട്ടറിക്കാർക്ക്. അല്ല വേറെ മാർഗ്ഗമില്ല, ജീവിക്കാൻ മാർഗ്ഗമില്ല അവർക്ക്. അവരും കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു 6 മാസമെങ്കിലും വേണ്ടി വരുമെന്ന് പഴയ പോലെ ആയി വരണമെങ്കിൽ. ചില്ലറക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 500-1000 ഇല്ലാത്തതുകൊണ്ട് 2000-ന് മാറാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വാടക കൊടുക്കാനും മരുന്നും കാര്യങ്ങളും മക്കളെ പോറ്റി വളർത്താനും വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ 500 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ ആ 500 രൂപ മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ദിവസം പണി മെനക്കെടണം. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്താ പ്രയോജനം? കേരളത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള മലയാളികളൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊരുപാട് ആശങ്കയുണ്ട്. അവരിങ്ങോട്ട് അയച്ചിരിക്കുന്ന പണം ചിലപ്പോൾ സഹകരണ ബാങ്കിലായിരിക്കും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന പണത്തിന് സുരക്ഷയുണ്ടോ? ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് ദുരിതം വന്നു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ചില കല്യാണങ്ങളും അതേപോലെ ചില ആശുപത്രി കേസുകളും ഒക്കെ ഇതിനകത്ത് ദുരിതം അനുഭവിച്ചവരുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും ഈ പരിപാടി തുടരുമ്പോഴും ഈ അനുഭവിക്കുന്നുണ്ടാവും. അവരോടൊക്കെ അങ്ങ് എന്താ പറയുക? അവരുടെ കയ്യിൽ ഈ പറഞ്ഞ 500-1000 നോട്ടുകളുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വരുമ്പം കഴിയുന്ന വേഗം അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് മാറിക്കാൻ നോക്കുക. കാരണം ഡിസംബർ കഴിഞ്ഞാൽ അതിന് വിലയില്ലാതാവും. അപ്പം പലരും ഇവർ പോയപ്പോൾ കുറേശ്ശെ കാശൊക്കെ അവരുടെ കൈ കാണും. മിക്കവരുടെയും ബാലൻസ് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ മുഴുവൻ ഡിസംബറിന് മുമ്പായിട്ട് അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പം തിരിച്ച് മാർച്ച് 31 വരെ റിസർവ് ബാങ്കിൽ അടക്കാം. അല്ല, തിരിച്ച് കഴിയുന്നതും കൊടുത്തു വിടുക, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ അടയ്ക്കുക. ആ ഒരു അത് ചെയ്യണം. രണ്ടാമത് NRI നിക്ഷേപങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൽ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അവർക്കുണ്ടാകുന്നില്ല. മറ്റ് ബാങ്കിലെ നിക്ഷേപങ്ങളൊക്കെ വളരെ സുരക്ഷിതമാണ്. ഇന്ന് ഏറ്റവും ബാങ്കുകൾ ഇപ്പോൾ ഈ 5 ലക്ഷം കോടി വന്നതോടെ ബാങ്കിങ് ഇൻഡസ്ട്രി തന്നെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ബാങ്ക് തന്നെയാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്ര ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം കോടി ഇന്ത്യയിലെ ബാങ്കുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ബാങ്ക്സിനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് ഇൻഡസ്ട്രി സ്ട്രോങ് ആയിട്ടുണ്ട്. അവർക്കൊന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടും ഓണസ്റ്റായിട്ടും ജീവിക്കുന്നവർ ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ അക്കൗണ്ട് കാണിക്കാനായിട്ട് അവർക്ക് സോഴ്സ് ഉണ്ടെങ്കിൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഇൻകം ടാക്സുകാരെ ഭയപ്പെടേണ്ട, എൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രായമായവർക്ക് നമുക്ക് പലർക്കും ഈ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തന്നെ റിട്ടയർമെൻറ്റ് വരെ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ ഒക്കെ എൻ്റെ സെക്രട്ടറി അടച്ചിരുന്നു. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സെക്രട്ടറിയെ വിളിക്കാനില്ല. ഞാൻ തന്നെ കമ്പ്യൂട്ടർ എടുത്തു, ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് അവർ പറഞ്ഞ് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും അതുപോലെ ഏത് ഏരിയയിലാണ് നിങ്ങളുടെ ഇത് വരുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിലെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യും, അയച്ചോളാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, ടെലിഫോൺ ബില്ലുകൾ കൊടുത്തു, വാട്ടർ ബില്ല് കൊടുത്തു. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ വളരെ കാരണം ഈ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പഠിച്ചത്. മറ്റ് ബാങ്കിൻ്റെ ഇത് അറിയാമായിരുന്നു, പക്ഷേ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള യൂട്ടിലിറ്റീസ് ഇന്ന് നമുക്ക് എല്ലാ സംഗതികളും നമ്മുടെ കമ്പ്യൂട്ടർ വഴി. വീട്ടമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇതിന് വലിയ ബുദ്ധിയും ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ കുറച്ച് സമയം, അദ്ദേഹം തന്നെ പറഞ്ഞു 80 വയസ്സായ ഒരാൾ പറയുക നിങ്ങൾ എൻ്റെ അടുത്ത് പോകാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കമ്പ്യൂട്ടർ എന്ന് പറയും. ഒരു സെക്കൻഡ് അഡ്രസ്സും പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ ചെല്ലാം. അറിയാനൊന്നുമില്ല. മോഹനവർമ്മ കൊച്ചിൻ. ചെന്നൈ ഫ്ലഡ്സ് വന്നപ്പോഴും ഞാൻ അവിടെ ഉള്ളതായിരുന്നു. ചെന്നൈ ഫ്ലഡ്സ് വന്ന 4 ദിവസം മദ്രാസ്
ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ TV എല്ലാ സാധനങ്ങളും അവിടെ ഓടി കിടക്കാണ്. അടുത്ത ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാ കടയും അവരുടെ സാധനങ്ങളെടുത്ത് ആ വെള്ളം പോയപ്പോഴത്തേക്കിന് വെളിയിലിട്ടിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കടയും വരത്തില്ല. അവിടുത്തെ ബിസിനസ് എല്ലാം ബാംഗ്ലൂരിലോട്ടോ ഹൈദരാബാദിലോട്ടോ പോകും. അവിടെ ബിസിനസ് നടക്കത്തില്ല. എല്ലാവരും വിശ്വസിക്കുകയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ആരെ വേണമെങ്കിലും ഏത് സിറ്റിയെ കമ്പയർ ചെയ്യും, മദ്രാസ് പഴയതിനെക്കാട്ടിയും വളരെ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് വന്നതുപോലെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും. ഇതിൽ നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് എല്ലാം നടക്കും. ജോസഫ് സാറോട് ഒരു ചെറിയ ജോസഫ് സാറിനോട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു 5,000 ട്രാൻസാക്ഷൻസ് സാധാരണ ജനങ്ങൾ ഒരു റിലീഫ് കൊടുക്കാൻ 500 ഒരു 1000 വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അല്ല, എല്ലാവർക്കും ഇത് പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും ഡൈലൂഷൻ ആകുകയാണ്. ഡൈലൂഷൻ ആകാം, പക്ഷേ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. അല്ല, എത്രത്തോളം ഡൈലൂഷൻ ആകാം? ഒരു 3,000 വരെ ട്രാൻസാക്ഷൻ അലോ ചെയ്യുമെങ്കിൽ. അല്ലല്ല, നമ്മളെ 500 ഇങ്ങനെ വേറെ പലയിടത്തും ഇത് പെർമിഷൻ കൊടുത്തു. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് മാത്രമേ കൊടുത്തുള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കൊടുത്തില്ല. കാരണം അത് ആസ് എ പോളിസി അവർ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കൺട്രോൾ കൊണ്ടുവരാനാണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ എന്തുകൊണ്ടാണ് നമ്മുടെ മഷി വരട്ടുന്നതും 2000 റെസ്ട്രിക്ഷനൊക്കെ ആദ്യമേ ചെയ്യാതിരുന്ന കാരണം ഇത് പ്രശ്നം വരത്തി. പിന്നീട് അവർക്ക് തോന്നി പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് വീണ്ടും അത് ടൈറ്റ് ആക്കിയത്. കാരണം ഇതിൻ്റെ പർപ്പസ് നടക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഈ സീക്രസിയുടെ ഒരു വലിയ ഇഷ്യൂ ഇതിൻ്റെ പുറകിലുണ്ട്. അതാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. കാരണം ഇത് എത്രയൊക്കെ സൂക്ഷിച്ച് എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ഇതിലും ഭംഗിയായിട്ട് നടത്താനായിട്ട് ആകെ എനിക്ക് തോന്നിയത് ഈ 2000 ഒരു പക്ഷേ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന. രണ്ടാമത് നമുക്ക് ഞാൻ ചോദിക്കട്ടെ, സീക്രസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചധികം രാഷ്ട്രീയ നേതാക്കന്മാർ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു എന്നൊരു വാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില സ്ഥലങ്ങളിലൊക്കെ കൗണ്ടർ തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഇന്ത്യ എഴുതി വിറ്റ് തിന്നാൻ തീരുമാനിച്ചിട്ടുള്ള നേതാക്കന്മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ ചോർന്ന് കിട്ടി എന്നൊരു വാദഗതി അതിശക്തമായി മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. സീക്രസിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം. നരേന്ദ്രമോദിക്ക് ഭാര്യ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഏറ്റവും സീക്രട്ട് ഇവിടെ നിലനിന്നത്. സാറ് ഉത്തമ വിശ്വാസത്തോടെയാണല്ലോ ഇത് പറയുന്നത്. എനിക്കറിയാം അങ്ങേക്ക് ചില ആശങ്കകളും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ചില വിമർശനങ്ങളും അങ്ങയുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. ഈ ഒരുപാട് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടിയാണ് അങ്ങ് സംസാരിക്കുന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എന്താ ഈ ഷോ അവസാനിപ്പിക്കും പറയുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്ത കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധം യഥാർത്ഥ യുദ്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞ നടപടികളെല്ലാം എടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ 100% ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കും. പക്ഷേ അത് ഉണ്ടാകണമെന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ പൂർവ്വചരിത്രം നോക്കിയാൽ മതിയല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലേറ്റസ്റ്റ് ഫ്രണ്ട് ലൈനിൽ ജോസി ജോസഫ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, താങ്കൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും എടുത്ത് വായിച്ചു നോക്കാം. SIT രൂപീകരിച്ച ദിവസം 2014 മെയ് മാസം 28 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കള്ളപ്പണത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് ഒന്ന് ആദ്യം നിയമിച്ച കമ്മിറ്റി മുമ്പാകെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ഒരു വൻകിട വ്യവസായം സംബന്ധിച്ചാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഫ്രണ്ട് ലൈൻ വായിക്കുക. ഇതിനകത്ത് ചില പിഴവുകൾ ഇതിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ത്യ പല സംസ്ഥാനത്ത് പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കേരളം ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ അനുസരിച്ച് പോകുന്നൊരു സംസ്ഥാനം ആയതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുകയും ചെയ്തു. പല സംസ്ഥാനത്തും നോർത്ത് ഈസ്റ്റിലൊക്കെ നല്ല പ്രശ്നമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഈ RBIക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും? ചെറിയ പിഴവുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വാസ്തുതയാണ്. അത് RBIയുടെ പിഴവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് പിഴവുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് 86% നോട്ടുകൾ പിൻവലിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എന്താണ്, അത് ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജിലുണ്ടായ ചില കുഴപ്പങ്ങൾ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അതോ RBIയുടേതുമാണ്. അത് ഫിനാൻസ് മിനിസ്ട്രി സമയം നീട്ടി ചോദിച്ചിരുന്നു എന്നൊക്കെ വാർത്ത മാത്രമാണ്. ഇത് ഇദ്ദേഹം ആശങ്കപ്പെട്ടതുപോലെ ഇത് കടന്നു ചാടാൻ RBIക്ക് പറ്റുമോ, അല്ലെ ഫിനാൻസ് മിനിസ്ട്രിയോ കേന്ദ്ര സർക്കാരിനോ പറ്റുമോ? ഇപ്പോൾ ഉണ്ടായ പിഴവ് പിഴവ് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഈ എപ്പോഴും റിസർവ് ബാങ്ക്, ഒരു രാജ്യത്തിലെ സെൻട്രൽ ബാങ്ക് എപ്പോഴും ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടഭിപ്രായം ഉണ്ടായിരിക്കാം. RBI ഓട്ടോണമസ് ആണെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ട് റിസർവ് ബാങ്കിന് ഒരു അഡ്വൈസറി കപ്പാസിറ്റി മാത്രമാണുള്ളത്. അതായത് റിസർവ് ബാങ്ക് വർക്ക്സ് അണ്ടർ ദ ഡയറക്ഷൻസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്നത്. പക്ഷേ ഓട്ടോണമസ് ആയിട്ട് പല രാജ്യങ്ങളിലും ഒരു ഓട്ടോണമി സെൻട്രൽ ബാങ്കിന് കൊടുത്തിട്ടുണ്ട്.
പക്ഷെ എപ്പോഴും റിസർവ് ബാങ്ക് നോക്കുന്നത്, മേലേക്ക് നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ്. അവരുടെ ആദേശങ്ങളെയാണ് റിസർവ് ബാങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഒരു വ്യവസായി എന്നതിനപ്പുറം അങ്ങ് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഒരുപക്ഷെ അങ്ങ് ഈ ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇരുന്ന് മലയാളികൾ ഇത് കാണുന്നുണ്ടാവും. ചിലർക്ക് ആശങ്കയുണ്ട്, ചില ആളുകൾക്ക് ഇത് എങ്ങനെയാവും ഇത് പരിണമിക്കുക എന്നുള്ള ഒരു പേടി കാണും. അപ്പോൾ ഈ ഷോ അവസാനിപ്പിക്കുമ്പോൾ സാർ എന്ത് പറയുമോ? എൻ്റെ ഒരു കണക്കൂട്ടലിലെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള കള്ളപ്പണത്തിനെതിരായിട്ട് എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നടപടിയാണ് ഇത്. വിജയിച്ചില്ലെങ്കിൽ ഇന്ത്യ തകരും. വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും കൂടി ശ്രമിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരിക്കും. ഇതിന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയും പുതിയ പുതിയ നടപടികൾ കൊണ്ടുവരട്ടെ. എന്തായാലും ഒരു തീരുമാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിക്കപ്പെട്ടു. വരും മാസങ്ങളിൽ സാധാരണക്കാർക്ക്, പട്ടിണി പാവങ്ങൾക്ക്, മിഡിൽ ക്ലാസ്സുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ ഈ തീരുമാനം ഗുണം ചെയ്താൽ ഇതൊരു ധീരമായ നടപടിയായി സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം വിധി എഴുതും. കാത്തിരുന്ന് കാണാം. മറ്റു വിശേഷവുമായി ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 9:30. ഗുഡ് ബൈ.